തീർച്ചയായിട്ടും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ അമ്മ, മുത്തശ്ശി, ഭാര്യ അല്ലെ സഹോദരി എന്ന നിലയിലാണ് മലയാളികൾ കാണുന്നത്. കാരണം അവർ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും, അല്ലെങ്കിൽ ആണുങ്ങൾ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കും, അല്ലെങ്കിൽ വളരെ കുറച്ച് വീടുകളിലെ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആണുങ്ങൾ മാത്രം കുക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയൊക്കെ മാറി. ഇപ്പോൾ ഒരു ജെൻഡർ ഈക്വലിറ്റി എല്ലാ മേഖലയിലും എത്തി. ഇപ്പോൾ ആണും പെണ്ണും എന്നൊരു വേർതിരിവ് ഒരു മേഖലയിലും ഇല്ല. ഭക്ഷണം എത്രയോ മികച്ച ഷെഫുമാരിപ്പം കേരളത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, അല്ലെ ലോകമെമ്പാടും മലയാളികളായിട്ടോ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വനിതകളൊക്കെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് തിരിച്ചും വീടുകളിലേക്കും ആണുങ്ങളുടെ കുക്കിങ്ങും എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കുടുംബത്തിലൊരു സന്തോഷം എന്ന് വെച്ചാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു സന്തോഷകരമായിട്ടൊരു അവസ്ഥയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി സ്വാഭാവികമായിട്ടും കൂടും. കാരണം ഒരാൾ തന്നെ രാവിലെ തന്നെ മീൻ വാങ്ങിക്കുന്നു, വൃത്തിയാക്കുന്നു, കട്ട് ചെയ്യുന്നു, തേങ്ങ തിരുങ്ങുന്നു, അരയ്ക്കുന്നു, കറി വയ്ക്കുന്നു, പാത്രം കഴുകുന്നു. എത്ര നമ്മൾ വളരെ നിസ്സാരമായിട്ടൊരു മീൻകറി ഉണ്ടാക്കി പറഞ്ഞു തീരുമെങ്കിലും ഇതിൻ്റെ ഒരു സങ്കീർണ്ണ ഘടകമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ്. അപ്പോൾ ആ ഒരു കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ ഫാമിലി എല്ലാവരും ഉള്ളപ്പം കുട്ടികളും കുടുംബമായിട്ട് ചേർന്ന് ആണും പെണ്ണും എന്ന വേർതിരിവില്ലാതെ ഭക്ഷണം ഉണ്ടാക്കുകയും ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിന്നർ, വീട്ടിലെ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഒരു സൺഡേ ലഞ്ച് നിങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി കഴിക്കുന്നു, അതേ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന സംഭവമാണ് കിച്ചണിൽ ഇനി വരേണ്ടത്. അപ്പോൾ എല്ലാ ആണുങ്ങളും വീട്ടിൽ മാറിയിരിക്കാതെ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാര്യയുമായിട്ട് ചേർന്നിട്ട്, അവർക്ക് ചിലപ്പം അവർ ഭാര്യ തേങ്ങ തിരികെ കൊടുക്കുന്നത് മാത്രമല്ല, ചിലർ കാണും തേങ്ങ തിരികെ കൊടുക്കും, പച്ചക്കറി കട്ട് ചെയ്യും, പാത്രം കഴുകും. അതല്ല, കുക്കിങ്ങിലും നിങ്ങൾ രണ്ടുപേരോടെ ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും, ആ ഫാമിലിയിൽ ഐശ്വര്യം കൂടും, ആ ഫാമിലിയിൽ കെട്ടുറപ്പ്. കാരണം കൂടുതലും നമ്മളെല്ലാവരും മൊബൈലിലിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ കുക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും മൊബൈലൊന്ന് മാറ്റി വയ്ക്കുക. കാരണം അത് ഇളക്കണം, പിടിക്കണം, ഉപ്പ് നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കിച്ചണിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു മൊബൈലൊക്കെ മാറി വെച്ച് സന്തോഷത്തോടെ സംസാരിച്ച് കൂടിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും എല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടിപ്സ് എന്ന് പറയാനുള്ളത് ജോയിൻ്റായിട്ട് കുക്ക് ചെയ്യുക. എല്ലാ ദിവസവും പ്ലാൻ ചെയ്തിട്ട് അത് ഭാര്യ ഭർത്താവുന്നില്ല എവിടെയാണ് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് തേങ്ങ തിരുങ്ങുന്നതോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നതോ മാത്രമല്ല ആണുങ്ങളുടെ പരിപാടി. തീർച്ചയായിട്ടും കുക്കിങ്ങിലേക്ക് വരിക. ഒരുപാട് റെസിപ്പികൾ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആണ് യൂട്യൂബിലോ അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും. പല മികച്ച ഷെഫുമാരുടെയും അല്ലെങ്കിൽ പല നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ എല്ലാ റെസിപ്പിയും. അപ്പോൾ അതൊക്കെ വീടുകളിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം ഒരാളുടെ ഭാഗം മാത്രമാക്കാതിരിക്കുക. പിന്നെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ക്ലീൻ ആസ് യു ഗോ എന്നാണ് ഒരു കിച്ചൻ്റെ പ്രധാന തത്വം. നമ്മളൊരിക്കലും എല്ലാവരും ഈ കിച്ചണിലേക്ക് പോകുമ്പോഴുള്ള എന്ന് വെച്ചാൽ അവസാനത്തെ ഈ പാത്രം കഴുകൽ ഓർത്തിട്ടാണ് ആരും കിച്ചണിലേക്ക് കയറാറ്. അത് കഴുകി അത് എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകുക, എടുക്കുന്ന സമയത്ത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒരേപോലെയാണ് കൊണ്ടുപോകേണ്ടത്. അതല്ലാതെ ആദ്യം ഞാൻ എല്ലാം കുക്ക് ചെയ്യും, അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കൂടെ വാഷ് ബേസിന് വയ്ക്കും, കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങളോട് ഒരുമിച്ച് വരും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു റിലാക്സ് മോഡാണ്, പിന്നീട് ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതെല്ലാം ഒരു വീട്ടമ്മയുടെ ഭാഗമായിട്ട് മാറുകയും ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി മെഴുക്കി അടുക്കി പറക്കി വെക്കുക എന്ന് പറയുന്ന സമയം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കുക്കിങ്ങിനോടൊപ്പം തന്നെ കുക്കിംഗ് തീരുമ്പോൾ അവിടെ അതനുസരിച്ച് ഒരു വർക്ക് ടേബിൾ എല്ലാം ക്ലീൻ ആയിരിക്കണം സെയിം ടൈം. അതാണൊരു തത്വം. എല്ലാ പ്രൊഫഷണൽ കിച്ചണിലും കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും സെപ്പറേറ്റ് ഇല്ല, അത് അതിനോടൊപ്പം ചേരാം. അപ്പോൾ ക്ലീൻ ആസ് യു ഗോ എന്നാണ്. അപ്പോൾ വീടുകളിലൊക്കെ നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യം, കുക്കിംഗ് കുറച്ചുകൂടെ ആസ്വാദ്യമാക്കാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകുക, അതേപോലെ വെക്കുക, അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. എടുക്കുന്നൊരു തവി എടുത്ത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വീണ്ടും അത് വാഷ് ബേസിനിലിട്ട് കൂട്ടി വയ്ക്കാതെ കഴുകി അപ്പം തന്നെ വെക്കുക എന്നുള്ളൊരു ശീലമാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പാചകം വളരെ ഈസിയും എൻജോയും ഒരു ബെസ്റ്റ് ഹോബിയായിട്ട് ഒരു ഫാമിലിയെ എല്ലാവരെയും കൂടെ കൂട്ടി വയ്പ്പിക്കാൻ, കുട്ടികളെ ഉൾപ്പെടെ 7 വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ അടുക്കളയിൽ സഹായിക്കാൻ നമുക്ക് വിളിക്കാം. അവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വൈകുന്നേരം സീരിയലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വെളുത്തുള്ളികളൊക്കെ വാങ്ങിച്ച് ഒരാഴ്ചത്തേക്കുള്ള വെളുത്തുള്ളി വാങ്ങിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീസർ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാഗിൽ ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചുമന്നുള്ളി എടുക്കുന്നവർ ഒരുമിച്ച് ക്ലീൻ ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെക്കാം. ഇഞ്ചി അതുപോലെ ക്ലീൻ ചെയ്ത്, ഇഞ്ചി കൂടുതൽ സമയം എടുക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്ക് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ അരച്ച് വയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ ടിപ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പാചകം വളരെ എളുപ്പമായിരിക്കും.